ഈ മാങ്ങക്കാലം വരുമ്പോഴേ മാങ്ങ വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു അടിയുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു പച്ച മാങ്ങ കിട്ടിയപ്പോൾ ഒരു ശർക്കര മാങ്ങ ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇടുന്നത്. ശർക്കര മാങ്ങ എന്ന് പറയും. അത് ഉണ്ടാക്കാനാണ് ഞാൻ ഈ മാങ്ങ എടുത്തിരിക്കണേ. ഇതിനെ ഞാനിനി കഷ്ണമായിട്ട് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇപ്പം ഞാൻ ഈ മാങ്ങയൊക്കെ അതങ്ങനെ മുറിച്ചു കേട്ടോ. ഇപ്പോൾ ഒരു പാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് കടുകും ഉലുവയും റോസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു 3/4 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഇത് രണ്ടും അതിലേക്കൊന്ന് ഇടുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോകും, ഡ്രൈ റോസ്റ്റ് കേട്ടോ. എന്നിട്ട് ഒന്ന് അതിനെ ക്രഷ് ചെയ്ത് വെക്കണം, പൊടിച്ചിട്ട്. ഇത് രണ്ടും ഒന്ന് പൊട്ടുമല്ലോ, അപ്പോൾ നമുക്കതിനെ നിർത്താം. ഇപ്പോൾ ഇത് രണ്ടും ഒന്ന് നന്നായി പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് പൊടിക്കും. കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണയാണ് നല്ലത് കേട്ടോ. നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കടുക്, കടുക് ഇപ്പോൾ പൊട്ടി വന്നപ്പോൾ ഞാൻ ഈ മുറിച്ച മാങ്ങയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇടും. കണ്ടോളൂ, അതിനെ മുഴുവനും ഞാൻ ഇതിലിട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കുക. ഒന്ന് വേവണം കേട്ടോ, അതാണ് ഇതിൻ്റെ സീക്രട്ട്. അങ്ങനെയൊന്ന് വഴറ്റിയാണ് കണ്ടോ, ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഈ സമയത്ത് ഞാനിപ്പോൾ ഇത്തിരി ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പ് പാകത്തിന് ചേർക്കുക. എന്താ അറിയോ, ഇത് ശർക്കര മാങ്ങ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ശർക്കരയും കൂടെ ആഡ് ചെയ്യുന്നുള്ളത് ഓർമ്മ വേണേ. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് ഉപ്പ് കട്ടയാക്കാൻ പാടില്ല കേട്ടോ. ഇതിങ്ങനെ നന്നായി ആ ശർക്കരയുടെ ഉപ്പും കൂടെ കിട്ടിയിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതും 1 ടീസ്പൂൺ ആഡ് ചെയ്യണം. അതൊരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്യുക വേണമെങ്കിൽ, മാങ്ങയുടെ എമൗണ്ട് അനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെയൊക്കെ നന്നായി ഒന്നിങ്ങനെ വഴക്കിയ ശേഷം നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടതറിയാം, എല്ലാവിടെയും കോട്ടാവണം. കോട്ടായിട്ട് ഞാനിപ്പോൾ ഈ ശർക്കര പാനി ആഡ് ചെയ്യാം. കണ്ടോളൂ, ശർക്കരയുടെ പാനി. ഈ ശർക്കര ആഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ കഷ്ടിച്ചൊരു 100 ഗ്രാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു മാങ്ങ ആയതുകൊണ്ട് ഇത് നമ്മുടെ മാങ്ങയുടെ ഇതിന് കണക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി ഇത് നന്നായി ഇതിൽ കിടന്നിട്ട് ഒന്ന് വെന്തിട്ട് കുറുകി വരണം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പൊടി, മറ്റേ ഉലുവയും കടുകും അതുകൂടെ ചേർക്കുകയാണ് കുറച്ച് കേട്ടോ. അത് മുഴുവൻ ചേർത്തു. ഞാൻ ഒരു 1/2 ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഇതിന് ചേർത്ത് ഇത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശർക്കര മാങ്ങ റെഡിയാവും. ഇത് ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കഴിക്കാൻ. പ്രത്യേകം സൂക്ഷിച്ചാൽ കുറേ കാലം ഇരിക്കും. കണിക്കണ്ട സ്പൂണോ നനഞ്ഞ സ്പൂണോ ഒന്നും ഇടാണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലാക്കി വയ്ക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.